പച്ചമഞ്ഞൾ ആർക്കും എളുപ്പത്തിൽ കൃഷി ചെയ്യാം. 2 കഷ്ണം പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ മഞ്ഞൾ കൃഷി ചെയ്ത് എടുക്കാം. എനിക്ക് ഇതുപോലെ പച്ചമഞ്ഞൾ കൃഷി ചെയ്ത് എടുക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഒരു ഓർഗാനിക് ഷോപ്പിൽ നിന്ന് ഞാൻ പച്ചമഞ്ഞൾ വാങ്ങിച്ചു. പിന്നെ ഓൺലൈനായിട്ടും വാങ്ങാൻ പറ്റും. പിന്നെ ചട്ടിയിലും കവറിലുമൊക്കെ എങ്ങനെയാണ് നടേണ്ടതെന്ന് വെച്ചാൽ, ചട്ടിയിലും കവറിലുമൊക്കെ കരിയില നിറച്ച് മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത്, വേപ്പിൻ പിണ്ണാക്ക് കുറച്ചിട്ടാൽ മതി. മണ്ണൊരുക്കി 2 ദിവസം വച്ചിട്ട് മഞ്ഞളിൻ്റെ മുള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വച്ച് മണ്ണിട്ട് മൂടുക. പിന്നെ മണൽ കൂടിയ മണ്ണാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്, ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ചീഞ്ഞു പോകും. അങ്ങനെ നല്ലപോലെ പിടിച്ചു വന്നു. പിന്നെ 4-5 മാസം കഴിഞ്ഞപ്പോൾ വിളവെടുക്കാൻ സമയമായി. അതറിയുന്നത് ഇലകൾ മഞ്ഞളിച്ച് കരിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, അപ്പോൾ വിളവെടുക്കാം. ചെടിച്ചട്ടിയിൽ വച്ച് ഇളക്കിയെടുക്കാൻ ഇത്തിരി പാടായിരുന്നു, നല്ല പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വലിയ കവറുകളിൽ നടുന്നതാണ് നല്ലത്. മഞ്ഞൾ പിടിച്ചു കഴിയുമ്പോൾ മഞ്ഞളിന് ഇളകിയ മണ്ണിൽ വളർന്ന് വലുതാകാൻ സാധിക്കും. അങ്ങനെ എല്ലാം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു വച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ മുള വന്ന കുറേ മഞ്ഞൾ കാണും, അത് വീണ്ടും നമുക്ക് നട്ടുവയ്ക്കാം. പിന്നെ നമുക്ക് ശുദ്ധമായ മഞ്ഞൾ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കുന്നതാണ് നല്ലത്. നല്ല വെയിലുള്ളപ്പോൾ വേണം മഞ്ഞൾ പറിച്ചെടുക്കാൻ, എങ്കിലേ ഉണക്കാനൊക്കെ പറ്റുകയുള്ളൂ. ഇനി ചെറുതായി മുറിച്ച് ഉണക്കി മിക്സിയിൽ പൊടിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മിക്സി കേടാകും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എന്തുമാത്രം മഞ്ഞൾ കിട്ടിയെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ 1-2 കഷ്ണം മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും. ഇനി ഇത് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. ഇനി അത് നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് നമ്മളത് വൃത്തിയാക്കി എടുക്കുകയാണ്. ഒന്നീ ഓസ് വെച്ച് പിടിച്ച് വൃത്തിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് വൃത്തിയാക്കിയെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഞാൻ പകുതി പുഴുങ്ങി ചെറിയ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് ഉണക്കിയെടുക്കും. പകുതിയാണെങ്കിൽ പച്ചയ്ക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് ഉണക്കിയെടുത്ത്, അങ്ങനെയും ഞാൻ 2 വിധത്തിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പുഴുങ്ങി ഉണക്കി പൊടിച്ച് വെച്ചതും പച്ചയ്ക്ക് ഉണക്കി പൊടിച്ച് വെച്ചതും ഉണ്ട്. 2 കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതാ പൊടിച്ചത് കണ്ടില്ലേ. വേണമെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കാം.